ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഹൊറർ സ്റ്റോറി വായിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ ശബ്ദമാണ് കേൾപ്പിക്കുന്നത്. ശേഷം കാണിക്കുന്നത് ക്രൂരമായ എന്തോ അപകടം സംഭവിച്ചിട്ടുള്ള തടാകക്കരയിലെ ഒരു വീടാണ്. ആ വീടിന് മുൻപിലായ ഒരു കാർ ആക്സിഡൻറ്റിൽപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കയർ കെട്ടിയ നിലയിലുള്ള ഒരു ടാപ്പ് റെക്കോർഡറും അവിടെ ഉണ്ടായിരുന്നു. ഡിക്കിയിൽ രക്തം പുരണ്ട കോടാലി തൂങ്ങിക്കിടക്കുന്ന നിലയിൽ മറ്റൊരു കാർ കൂടി അവിടെ ഉണ്ടായിരുന്നു. ശേഷം കാണിക്കുന്നത് കുറച്ച് സമയത്തിന് മുൻപുള്ള രംഗങ്ങളാണ്. പെൺകുട്ടി ഇപ്പോഴും ആ ഒരു കഥ വായിക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അവൾ അമ്മയ്ക്കും സഹോദരിയായ മാടിക്കുമൊപ്പം ഒരു യാത്ര പോകാനൊരുങ്ങുകയാണ്. കഥ വായിച്ചു കൊണ്ടിരുന്നിരുന്ന കേളി കാറിൽ അമ്മയെയും സഹോദരിയെയും കാത്തിരിക്കുകയാണ്. തങ്ങളുടെ അവധിക്കാലം ആഘോഷിക്കാനായി ആ കുടുംബം ഒരു ടൂർ പോകാനൊരുങ്ങുകയാണ്. ജോലി തിരക്ക് മൂലം ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നോളാമെന്ന് കേളിയുടെ പിതാവ് അവരെ അറിയിച്ചു. എത്രയും വേഗം ഞാൻ നിങ്ങളുടെ പക്കലേക്ക് എത്തിച്ചേരുമെന്ന് അയാൾ തൻ്റെ ഭാര്യയ്ക്ക് ഉറപ്പ് നൽകി. അങ്ങനെ അമ്മയായ സാറ കുട്ടികളെയും കൂട്ടി അവിടെ നിന്നും യാത്രയാവുകയാണ്. മണിക്കൂറുകൾ നീണ്ട ഡ്രൈവിങ്ങിന് ശേഷം അവരൊരു വിജനമായ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ്. അവധിക്കാലം ചെലവഴിക്കാനായി അവർ പോയിരുന്നത് കാടിനു സമീപത്തായി ഉണ്ടായിരുന്ന ഒരു വീട്ടിലേക്കായിരുന്നു. സാറ ആ വീടിൻ്റെ ഗേറ്റ് തുറക്കാനായി ശ്രമിച്ചെങ്കിലും താക്കോലതിൽ കുടുങ്ങിപ്പോയി. ഈ സമയത്തൊരു മനുഷ്യൻ അവിടേക്കെത്തി ഞാൻ ഇവിടുത്തെ ലോക്കൽ സെക്യൂരിറ്റിയാണെന്ന് അവരെ അറിയിച്ചു. ഗേറ്റ് തുറക്കാനായി ആ മനുഷ്യൻ സാറയെ സഹായിച്ചു. സാറയ്ക്കും ആ ഒരു മനുഷ്യനെ പരിചയമുണ്ടായിരുന്നു. സാറയുടെ കുടുംബം മുൻപ് അയാളുടെ വീടിനരികിലായിട്ടാണ് താമസിച്ചിരുന്നത്. ആ മനുഷ്യനെ ജോണി എന്നു പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. പക്ഷേ അവനിപ്പോൾ മിസ്സിംഗ് ആണ്. ജോണി ഒരു മന്ദബുദ്ധിയായിരുന്നെന്ന് അയാൾ സാറയെ അറിയിച്ചു. ഇത്രയും കാലമായിട്ടും ജോണിയെ കണ്ടെത്താനായി സാധിച്ചിട്ടില്ലെന്ന് അയാൾ വിഷമത്തോടെ സാറയോട് പറഞ്ഞു. സാറ പിന്നീട് കാറിലേക്ക് മടങ്ങി. അയാൾ സാറയുടെ മക്കളെ പരിചയപ്പെട്ടു. ഈ സമയത്ത് അയാൾ ഭർത്താവ് വന്നില്ലേ എന്ന് സാറയോട് ചോദിച്ചു. അദ്ദേഹം തൊട്ടുപുറകിലായി ഉണ്ടെന്ന് സാറ അയാളോട് കള്ളം പറഞ്ഞു. ആ മനുഷ്യനോട് നന്ദി പറഞ്ഞുകൊണ്ട് സാറയും കുടുംബവും തടാകത്തിനരികിലായുള്ള ആ ഒരു വീട്ടിലേക്ക് നീങ്ങി. അവിടേക്കെത്തിയതോടെ കുട്ടികൾ കളിക്കാനായി പുറത്തേക്കോടി. സാറ കുട്ടികളുടെ ബാഗുമെടുത്ത് വീട്ടിലേക്ക് നീങ്ങുകയാണ്. ഈ ഒരു സമയത്ത് സാറയുടെ ഭർത്താവ് അവളെ വിളിച്ചിരുന്നു. ഞാൻ സമ്മാനങ്ങളുമായി അവിടേക്ക് വരാമെന്ന് അവൻ അവളോട് പറഞ്ഞു. സാറയുടെ ഭർത്താവ് കുട്ടികൾക്കായി ഒരു ടെഡി ബിയറും മ്യൂസിക് ബോക്സും വാങ്ങി. ഫോൺ കാറിൽ വെച്ച് ബാഗുകളുമായി സാറ ആ ഒരു വീട്ടിലേക്ക് കയറി. മാടിയുടെ ആവശ്യപ്രകാരം അവളുടെ വിചിത്രമായ സോംബി പാവയെയും അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനായി സാറ മുകളിലത്തെ റൂമിലേക്ക് ചെന്നു. ജനാലയിലൂടെ അവൾ കുട്ടികളെ നോക്കി. കുട്ടികൾ ഈ സമയത്ത് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് കുട്ടികൾ ഔചാരിതമായി അവിടെ ഉണ്ടായിരുന്ന ഒരു ചുവന്ന ചരട് കാണുകയാണ്. അതോടെ കുട്ടികൾ ആ ഒരു ചരട് പിന്തുടരാൻ ആരംഭിച്ചു. ആ ചരട് നീണ്ടുപോയിരുന്നത് കാടിൻ്റെ ഉള്ളിലേക്കായിരുന്നു. മുന്നോട്ടേക്ക് നീങ്ങിയ പെൺകുട്ടികൾ 2 കപ്പുകളിലായി എന്തോ ഒന്ന് ആരോ അവിടെ വച്ചിരിക്കുന്ന കാഴ്ചകൾ കണ്ടു. കുട്ടികൾ അത് കയ്യിലെടുക്കുകയും പിന്നീട് അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇരുവരും എന്തോ ഒന്ന് ഒളിച്ചു വയ്ക്കുന്നത് സാറ കണ്ടിരുന്നു. അത് അച്ഛനെ കൊടുക്കാനുള്ള സർപ്രൈസ് ഗിഫ്റ്റാണെന്ന് കുട്ടികൾ സാറയോട് പറഞ്ഞു. സാറയും അതത്ര കാര്യമായി എടുത്തിരുന്നില്ല. രാത്രിയിൽ സാറ ഉറങ്ങാനായി കുട്ടികൾക്ക് കഥകൾ വായിച്ചു കൊടുത്തു. അവൾ കഥ വായിച്ചിരുന്ന പുസ്തകത്തിൽ കുട്ടികൾ ഊഞ്ഞാലാടുന്ന രംഗം ആരോ വരച്ചു വച്ചിരുന്നു. ഇതാരാണ് വരച്ചതെന്ന് സാറ കുട്ടികളോട് ചോദിച്ചു. എനിക്ക് ഈ പുസ്തകം കിട്ടുന്ന സമയത്ത് അതുണ്ടായിരുന്നുവെന്ന് കേളി മറുപടി നൽകി. വായനയ്ക്ക് ശേഷം സാറ തൻ്റെ കുട്ടികളെ ഉറങ്ങാനായി കട്ടിലിൽ കിടത്തി. പിന്നീട് സാറ പുകവലിക്കാനായി വീടിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ ഒരു സമയത്താണ് അവിടുത്തെ ലാൻഡ് ഫോണിലേക്ക് സാറയുടെ ഭർത്താവ് വിളിക്കുന്നത്. തൻ്റെ മൊബൈൽ ഫോൺ കാറിലാണെന്ന് സാറ ഭർത്താവിനോട് പറഞ്ഞു. സംസാരത്തിനു ശേഷം സാറ വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ഈ സമയത്ത് കാട്ടിൽ നിന്നും നിഗൂഢമാർന്ന എന്തോ ഒരു ശബ്ദം സാറ കേട്ടിരുന്നു. അത് കാട്ടിലെ ഏതെങ്കിലും മൃഗങ്ങളുടേതാകുമെന്നും കരുതി സാറ വീട്ടിലേക്ക് കയറി. ആ രാത്രിയിൽ ഉറക്കത്തിലായിരുന്ന സാറയെ കേളി ഉണർത്തുകയാണ്. മാടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ആശങ്കയോടെ അവൾ സാറയെ അറിയിച്ചു. ഉടൻ തന്നെ സാറ മാടിയുടെ പക്കലേക്കോടി. മാടിയെ പരിചരിക്കുന്നതിനിടയിൽ അവൾ പെട്ടെന്ന് ഛർദ്ദിച്ചു. ഉടൻ തന്നെ സാറ അവളെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി. സാറ മാടിയുടെ മുഖം വൃത്തിയാക്കി. ഈ ഒരു സമയത്താണ് മാടിയുടെ വായിൽ നിന്നും ഹലോ എന്ന് എഴുതിയിരിക്കുന്ന ഒരു റിബൺ സാറയ്ക്ക് കിട്ടുന്നത്. ഉടൻ തന്നെ സാറ ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ശേഷം പിതാവിനെ കൊടുക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് കേളി ഒളിച്ചു വെച്ചിരുന്ന ആ ഒരു സാധനം സാറ പരിശോധിക്കുകയാണ്. അതിൽ നിന്നും സാറയ്ക്ക് ഗുഡ് ബൈ എന്ന് എഴുതിയിരിക്കുന്ന മറ്റൊരു റിബൺ കിട്ടി. ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് സാറ മനസ്സിലാക്കി.
ഉടൻ തന്നെ സാറ പോലീസിനെ വിളിക്കാനായി ശ്രമിച്ചെങ്കിലും ലൈൻ കട്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവർ മുകളിലത്തെ നിലയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. അവിടെ നിന്നും തുടർച്ചയായ ചില മുഴക്കങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. ഭീതിയോടെ സാറ അടുക്കളയിലേക്ക് കയറി ഒരു കത്തി കയ്യിൽ കരുതി. ശേഷം അവൾ കാറിലുണ്ടായിരുന്ന തൻ്റെ മൊബൈൽ ഫോൺ എടുക്കാനായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാറിനകത്ത് പരിശോധിച്ചവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. മൊബൈൽ ഫോൺ അവിടെ കാണാനില്ല. ഈ സമയത്താണ് അവൾ കാറിൻ്റെ പുറകു സീറ്റിലിരുന്നിരുന്ന ഒരു ഗിഫ്റ്റ് കാണുന്നത്. അവൾ അതിൻ്റെ കവർ അഴിച്ചുമാറ്റി. അപ്പോഴാണ് അതിനകത്തുണ്ടായിരുന്നത് മാടിയുടെ സോംബി പാവയാണെന്നുള്ള വസ്തുത വെളിപ്പെടുന്നത്. ഭീതിയോടെ വീട്ടിലേക്ക് ഓടിയ സാറ പെൺമക്കളെയും കൂട്ടി കാറിൽ അവിടെ നിന്നും പോകാനൊരുങ്ങി. കുട്ടികളെ വാഹനത്തിലേക്ക് കയറ്റി അവിടെ നിന്നും പോകാനൊരുങ്ങിയ സമയത്ത് ആ കാറിൻ്റെ ചക്രങ്ങൾ ഊരിത്തെറിക്കുകയാണ്. അതോടെ നിയന്ത്രണം വിട്ട വാഹനം ഒരു മരത്തിലിടിച്ച് നിന്നു. മറ്റു മാർഗമില്ലാതെ അവൾ തൻ്റെ കുട്ടികളെയും എടുത്ത് ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറി. അവിടെയുള്ള ജനാലകളുടെയെല്ലാം കർട്ടനിടാൻ സാറ കേളിയോട് നിർദ്ദേശിച്ചു. മാടിയുടെ അവസ്ഥ മോശമായതിനാൽ സാറ അവൾക്ക് ചില മരുന്നുകൾ നൽകി. അടുക്കളയിൽ ഒളിച്ചിരുന്നിരുന്നവർ പെട്ടെന്ന് ഒരു സ്ഫോടന ശബ്ദം കേൾക്കാനിടയായി. അതോടെ അതെന്താണെന്ന് നോക്കാനായി സാറ പതിയെ മുന്നോട്ട് നീങ്ങി. സാറയ്ക്ക് പുറകെ ഭീതിയോടെ പെൺകുട്ടികളും ചൊല്ലുകയാണ്. ഈ ഒരു സമയത്ത് സാറ ജനാലയുടെ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കുകയായിരുന്നു. പുറത്തായുണ്ടായിരുന്ന അവരുടെ കുടുംബചിത്രമാണ് സാറയ്ക്ക് കാണാനായി സാധിച്ചത്. സാറയൊഴികെയുള്ള ഏവരുടെയും മുഖത്ത് സോംബി പാവയെ പോലെയുള്ള ചിത്രം വരച്ചു വെച്ചിരുന്നു. പിന്നീട് അവൾ തൻ്റെ പെൺമക്കളെയും കൂട്ടി മുകളിലത്തെ റൂമിലേക്ക് ചെന്നു. മാടിക്ക് വയ്യാത്തതിനാൽ എത്രയും വേഗം നമുക്കോട് നിന്നും പുറത്തു കടക്കേണ്ടതുണ്ടെന്ന് സാറ കുട്ടികളോട് പറഞ്ഞു. പുറത്തു പോകുന്നത് അപകടമാണെന്ന് കേളി അമ്മയ്ക്ക് മറുപടി നൽകി. ഈ സമയത്ത് മാടി നമ്മുടെ അച്ഛൻ പുറത്തുണ്ടെന്ന് സാറയോട് പറയുകയാണ്. സംശയത്തോടെ സാറ അത് പരിശോധിക്കാനായി പുറത്തേക്ക് നോക്കി. ഈ നേരത്ത് സാറ മുഖംമൂടിധാരിയായ നിഗൂഢം മാറുന്നൊരു മനുഷ്യനെ കാണുകയാണ്. ആ ഒരു മനുഷ്യൻ സാറയ്ക്കു നേരെ കൈവീശി. ഭീതിയോടെ സാറ കർട്ടൻ മൂടി. അല്പസമയത്തിനു ശേഷം സാറയുടെ ഭർത്താവ് അവിടേക്ക് എത്തുകയാണ്. ഈ ഒരു സമയത്ത് ഗേറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു. അതോടെ അയാൾ സാറയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. ദൂരെയായി സാറയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അയാൾ കേട്ടു. അങ്ങനെ സാറയുടെ ഭർത്താവ് ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങുകയാണ്. സാറ അവിടെ ഉണ്ടാകുമെന്ന് കരുതി അയാൾ കാട്ടിലൂടെ മുന്നോട്ടേക്ക് നീങ്ങി. ഒടുവിൽ അയാൾ കാടിനുള്ളിലായി സാറയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തുകയാണ്. മൊബൈലിൻ്റെ ഇരണ്ട വെളിച്ചത്തിൽ അയാൾ ചുറ്റിലും നോക്കി. അവിടെ ഒരു കുടുംബം പോലെ ആരോ ഒരുക്കിയിട്ടുള്ള പാവകളുണ്ടായിരുന്നു. ഈ കാഴ്ചകൾ കണ്ട് സാറയുടെ ഭർത്താവ് ആശയക്കുഴപ്പത്തിലായി. ഒരു സമയത്ത് പുറകെ ഉണ്ടായിരുന്ന ആ മുഖമുടിധാരി തൻ്റെ കോടാലി ഉപയോഗിച്ച് ആ മനുഷ്യനെ ആക്രമിക്കുകയാണ്. അതേസമയം ക്ഷീണിതയായിരുന്ന മാടിയെ കേളിയും സാറയും ചേർന്ന് ആശ്വസിപ്പിക്കുകയായിരുന്നു. ഉടനെ അവർ ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ്. പിന്നീട് അവർ ആരോ വാതിൽക്കലിൽ മുട്ടുന്ന ശബ്ദം കൂടി കേൾക്കുകയാണ്. അല്പനേരത്തിനു ശേഷം സാറയുടെ ഭർത്താവിൻ്റെ ശബ്ദം കേട്ട് സാറ താഴേക്കിറങ്ങി വന്നു. ഭയമുണ്ടായിരുന്നെങ്കിലും തൻ്റെ ഭർത്താവ് പുറത്തുണ്ടെന്നുള്ള പ്രതീക്ഷയോടെ സാറ വാതിൽ തുറന്നു. ഈ സമയത്ത് മേൽക്കൂരയിൽ നിന്നും കയർ കെട്ടി താഴേക്കിട്ടിരുന്ന ഒരു റേഡിയോയാണ് അവൾക്ക് കാണാനായി സാധിച്ചത്. ഉടനെ ആ ഒരു സൈക്കോ അവളുടെ ഭർത്താവിൻ്റെ മൃതശരീരം താഴേക്കിടുകയാണ്. കൊല്ലപ്പെട്ട തൻ്റെ ഭർത്താവിനെ നോക്കി സാറ വേദനയോടെ വിങ്ങിപ്പൊട്ടി. കുട്ടികൾ അച്ഛനെ കാണാനായി പുറത്തേക്ക് വരുന്നതിന് മുൻപ് സാറ അകത്തേക്ക് കയറി. അത് നമ്മുടെ അച്ഛനല്ലെന്ന് സാറ കുട്ടികളോട് കള്ളം പറഞ്ഞു. സാറ കുട്ടികളെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് ആ സൈക്കോ അവിടുത്തെ പവർ കട്ടാക്കി. അതോടെ സാറ ഒരു ടോർച്ച് കണ്ടെത്തി കുട്ടികളെയും കൂട്ടി പുറത്തേക്കിറങ്ങുകയാണ്. പുറത്തേക്കിറങ്ങി അവർക്ക് കാണാനായി സാധിച്ചത് രണ്ട് ചെറിയ പാവകൾ ഊഞ്ഞാലിൽ ആടുന്നതാണ്. ആ പാവകൾക്ക് നടുവിലായി വലിയൊരു പാവയെ ആ സൈക്കോ തൂക്കിയിട്ടിരുന്നു. ഉടനെ ആ ഒരു സൈക്കോ അവർക്ക് നേരെ മുട്ടകൾ എറിയാൻ ആരംഭിച്ചു. മറ്റു മാർഗമില്ലാതെ സാറ കുട്ടികളെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചോടി. ഉടൻ തന്നെ സാറ ആ ഒരു വീടിൻ്റെ വാതിലടച്ചു. കുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റോറി ബുക്ക് എടുത്ത് ഇതാ സൈക്കോയായിരിക്കും വരച്ചതെന്നും പറഞ്ഞ് അതിലെ ചിത്രം സാറയെ കാണിച്ചു. ഉടനെ ആ ഒരു സൈക്കോ വലിയൊരു പാവയെ ജനാലയിലൂടെ അകത്തേക്കിട്ടു. ഭീതിയോടെ സാറ കുട്ടികളെയും കൂട്ടി മുകളിലത്തെ നിലയിലേക്കോടി. വാതിൽ പൂട്ടിയതിനു ശേഷം സാറ തറയിൽ കിടന്ന് വാതിലിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. ഇത് കണ്ട് ഭീതിയോടെ കുട്ടികളും സാറയ്ക്കൊപ്പം കിടന്നു. ഈ ഒരു നേരത്തെ സാറയ്ക്ക് താൻ ഭർത്താവിനോട് മുട്ടകൾ വാങ്ങാൻ പറഞ്ഞിരുന്നതായി ഓർമ്മ വരികയാണ്. അയാൾ വാങ്ങിയിരുന്ന മുട്ട കൊണ്ട് സൈക്കോ അവരെ എറിഞ്ഞിരുന്നു. അതോടെ തൻ്റെ ഭർത്താവിൻ്റെ കാറ് ഇവിടെ അടുത്തവിടെയോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നീട് സാറ അവിടെ ഉണ്ടായിരുന്ന അലമാരയ്ക്കകത്തായി കുട്ടികളെ ഒളിപ്പിച്ചു. ശേഷം അവൾ
ഭർത്താവിൻ്റെ പോക്കറ്റിൽ താക്കോലുണ്ടോ എന്ന് നോക്കാനായി പുറത്തേക്കിറങ്ങി. അങ്ങനെ ഭർത്താവിൻ്റെ മൃതശരീരത്തിൽ നിന്നും കാറിൻ്റെ താക്കോലെടുത്തതിനു ശേഷം സാറ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ശേഷം സാറ തൻ്റെ കുട്ടികളെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവർ താഴത്തെ നിലയുടെ വാതിൽ ആരോ അടയ്ക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അതോടെ തങ്ങളെ വെറുതെ വിടണമെന്ന് ഉച്ചത്തിൽ സാറ ആ ഒരു സൈക്കോയോട് അലറി വിളിച്ച് പറഞ്ഞു. ഈ ഒരു സമയത്ത് അവർ മറ്റൊരു വാഹനം ഹോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അതോടെ സാറ ജനാലയിലൂടെ അതാരാണെന്ന് നോക്കുകയാണ്. അതവളെ ലോക്ക് തുറക്കാൻ സഹായിച്ചിരുന്ന ആ ഒരു സെക്യൂരിറ്റി ആയിരുന്നു. അയാൾ തന്നെ ശ്രദ്ധിക്കാനായി സാറ ജനാലയിൽ തട്ടി ശബ്ദമുണ്ടാക്കി. നിർഭാഗ്യവശാൽ അവളെ ആ ഒരു മനുഷ്യൻ കണ്ടിരുന്നില്ല. പിന്നീട് ആ സെക്യൂരിറ്റി സാറയെ കണ്ടെങ്കിലും അപ്പോഴേക്കും മുഖംമൂടിധാരിയായ ആ സൈക്കോ അയാളുടെ പുറകിലേക്ക് എത്തിയിരുന്നു. സാറ ജനാല തകർത്തുകൊണ്ട് അക്കാര്യം അയാളോട് വിളിച്ചു പറയാനായി ശ്രമിച്ചു. പക്ഷേ വൈകിപ്പോയിരുന്നു. ആ സൈക്കോ തൻ്റെ കോടാലി ഉപയോഗിച്ച് ക്രൂരമായി സെക്യൂരിറ്റിയെ കൊലപ്പെടുത്തി. ഭയന്നുപോയ സാറ കുട്ടികളുമായി ജനാലയുടെ പക്കൽ നിന്നും ഓടിമാറി. ഈ ഒരു സമയത്ത് കുട്ടികളുടെ കഥാബുക്കിൽ ആ ഒരു സോംബി പാവ ഇരിക്കുന്നത് അവൾ കാണുകയാണ്. അതോടെ സാറ ആ പാവയെ മാറ്റി ആ ഒരു പുസ്തകം പരിശോധിക്കുകയാണ്. ആ ഒരു പുസ്തകത്തിൽ സൈക്കോ പലതരം ചിത്രങ്ങൾ വരച്ചു വെച്ചിരുന്നു. അതിൽ അവരെ അവൻ എങ്ങനെയാണ് കൊല്ലുന്നതെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനായി സാറ സൈക്കോ പൂട്ടിയിരുന്ന വാതിൽ തുറക്കാനായി ശ്രമിക്കുകയാണ്. ഉടൻ തന്നെ ചില്ലുപാളി തകർത്ത് സൈക്കോ സാറയെ പിടിച്ചുകൊണ്ട് പോയി. ഇത് കണ്ട് നിസ്സഹായരായി കുട്ടികൾ അലറിക്കരഞ്ഞു. കരഞ്ഞുകൊണ്ടിരുന്നിരുന്ന മാടിയെ കേളി ആശ്വസിപ്പിച്ചു. ശേഷം കേളി അടുക്കളയിൽ നിന്നും ഒരു കത്തി കയ്യിൽ കരുതി. കുട്ടികളെ പുറത്തിറക്കാനായി മുഖംമൂടിധാരി പുറത്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന പാട്ടുകൾ വച്ചിരുന്നു. പാട്ട് വച്ചിരിക്കുന്നത് തങ്ങളുടെ അച്ഛനാണെന്നും കരുതി കുട്ടികൾ പുറത്തേക്കിറങ്ങി. അവിടെ ഉണ്ടായിരുന്ന തങ്ങളുടെ പിതാവിൻ്റെ കാറ് കണ്ട് കുട്ടികൾ അവിടേക്കോടി. അതിനകത്ത് അയാൾ കുട്ടികൾക്കായി വാങ്ങിയിരുന്ന സമ്മാനപ്പൊതികൾ അപ്പോഴും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് കുട്ടികൾ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും സാറയുടെ കരച്ചിൽ കേൾക്കുന്നത്. ഉടൻ തന്നെ കുട്ടികൾ കാറിൻ്റെ ഡിക്കി തുറന്നു. അതിനകത്ത് ബന്ധനസ്ഥയായ നിലയിൽ സാറയുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് പുറകിലായി ആ ഒരു മുഖംമൂടിധാരി ഉണ്ടായിരുന്നു. കുട്ടികൾ ഓടി മാറിയതോടെ കോടാലി ഉപയോഗിച്ച് ആ സൈക്കോ സാറയെ ആക്രമിച്ചു. ഭയന്നു വിറച്ച് കുട്ടികൾ ഓടുന്നത് കണ്ട് മുഖംമൂടിധാരി കാറുമായി അവരെ പിന്തുടരുകയാണ്. ഓടുന്ന സമയത്ത് പെൺകുട്ടികൾ തങ്ങളുടെ പിതാവിൻ്റെ മൃതശരീരം കണ്ടിരുന്നു. വീട്ടിലേക്ക് ഓടിയ പെൺകുട്ടികൾ മുകളിലത്തെ നിലയിലേക്ക് കയറി കട്ടിലിനടിയിലായി ഒളിച്ചിരുന്നു. എന്നാൽ മുഖംമൂടിധാരി അവിടേക്ക് എത്തുകയും ആ കട്ടിലിൻ്റെ മുകളിലായി ഇരിക്കുകയുമാണ്. ശേഷം ആ മുഖംമൂടിധാരി അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അയാൾ ആ സെക്യൂരിറ്റിക്കാരൻ്റെ നഷ്ടപ്പെട്ടിരുന്ന തലയ്ക്ക് സുഖമില്ലാത്ത ജോണി എന്ന മകനാണ്. അവൻ താമസിച്ചിരുന്നത് ഈ ഒരു വീട്ടിലായിരുന്നു. എല്ലാ വർഷവും ഇവിടേക്കെത്തുന്ന സാറയുടെ കുടുംബത്തെ അയാൾ പിന്തുടരാറുണ്ടായിരുന്നു. പെൺകുട്ടികൾ വായിച്ചിരുന്ന ആ ഒരു പുസ്തകം ജോണിയുടേതായിരുന്നു. ജോണി പിന്നീട് ആ കട്ടിൽ മറച്ചിടുകയും ക്ലോറോഫോം മണപ്പിച്ച് കുട്ടികളെ ബോധരഹിതരാക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ആ ഒരു സൈക്കോ പെൺകുട്ടികളുടെ പിതാവിൻ്റെ കൈകളും കണ്ണുകളും അവൻ്റെ പാവയിൽ ഘടിപ്പിച്ചു. വെട്ടേറ്റിരുന്ന സാറയ്ക്ക് ആ ഒരു സമയത്തും ജീവനുണ്ടായിരുന്നു. ജോണി പിന്നീട് ആ ഒരു മഴു അവളുടെ ദേഹത്തിൽ നിന്നും വലിച്ചൂരി. ശേഷം ജോണി അവൻ മയക്കി കിടത്തിയിരുന്ന പെൺകുട്ടികളെ പരിശോധിച്ചു. ശേഷം ജോണി തൻ്റെ പാവകളുടെ പക്കലേക്ക് മടങ്ങുകയാണ്. ജോണിക്ക് ആളുകളെ സൽക്കരിക്കാൻ ഇഷ്ടമായിരുന്നു. എന്നാൽ അവൻ്റെ കൂടെ ആരുമില്ലാത്തതിനാൽ അവൻ പാവകളെ ഉണ്ടാക്കി. മനുഷ്യർക്ക് പകരം അവൻ ആ പാവകളെയാണ് സ്നേഹിച്ചിരുന്നത്. ആ പാവകളിൽ യഥാർത്ഥ മനുഷ്യരുടെ കൈകളും കണ്ണും ഘടിപ്പിക്കാനാണ് ബുദ്ധിമാന്ദ്യമുണ്ടായിരുന്ന ജോണി സാറയുടെ കുടുംബത്തെ ആക്രമിച്ചിരുന്നത്. അവൻ തൻ്റെ അടുത്ത പാവയിൽ കുട്ടികളുടെ കണ്ണ് ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് കേളി ഉണർന്നിരുന്നു. സൈക്കോ അവിടേക്ക് നോക്കിയതോടെ അവൾ ഉറങ്ങുന്നതായി നടിച്ചു. പിന്നീട് ജോണി പാവയിൽ സ്ഥാപിക്കാനായി കേളിയുടെ കൈവെട്ടാനായി തയ്യാറെടുക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ജോണി എന്തോ ഒരു ശബ്ദം കേൾക്കാനിടയായി. അതോടെ ജോണി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി. പോകുന്ന വഴിയിൽ കാറിലുണ്ടായിരുന്ന ടെഡി ബിയർ അവിടെ വീണ് കിടക്കുന്ന കാഴ്ച അവൻ കണ്ടു. ഈ ഒരു സമയത്താണ് അവൻ സാറ രക്ഷപ്പെട്ട വിവരം തിരിച്ചറിയുന്നത്. ആ കാറിൻ്റെ ഡിക്കിയിൽ സാറ തൻ്റെ ഭർത്താവ് വാങ്ങിയിരുന്ന മ്യൂസിക് ബോക്സ് ഓണാക്കി വെച്ചിരുന്നു. ജോണിയുടെ ശ്രദ്ധ അതിലേക്ക് മാറിയതോടെ സാറ പുറകിൽ നിന്നും ജോണിയെ ആക്രമിച്ചു. അവൻ്റെ കയ്യിൽ നിന്നും വീണ കോടാലിയെടുത്ത് സാറ ജോണിയെ ആഞ്ഞുവെട്ടി. അവരിരുവരും തമ്മിൽ ശക്തമായ സംഘട്ടനം തന്നെ അരങ്ങേറി. ഒടുവിൽ സാറ ജോണിയെ വെട്ടി വീഴ്ത്തുകയാണ്. അങ്ങനെ സാരമായി പരിക്കേറ്റ് ജോണി നിലത്ത് വീണു. ശേഷം സാറ തൻ്റെ മക്കളുടെ പക്കലേക്ക് ഓടിച്ചെന്നു. പിന്നീട് അവൾ തൻ്റെ ഭർത്താവിൻ്റെ കാറിൽ കുട്ടികളെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. വീതിയോടെ കേളി തിരിഞ്ഞു നോക്കി. ഈ സമയത്ത് കാറ്
ഓഫായി നിന്നു പോയെങ്കിലും വാഹനം സ്റ്റാർട്ട് ചെയ്ത് അവർ മുന്നോട്ട് പോയി. ഈ സമയത്ത് കേളി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അപ്പോൾ ജോണിയുടെ മൃതശരീരം അവിടെ കാണാനുണ്ടായിരുന്നില്ല. ജോണി എവിടെ പോയെന്ന് കേളി ഭീതിയോടെ സാറയോട് ചോദിച്ചു. എന്നാൽ അത് കാര്യമാക്കാതെ സാറ കുട്ടികളെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.